കാലിക്കറ്റ് സർവകലാശാലയിലെ സ്വാശ്രയ കോളേജ് അധ്യാപകർ സമരത്തിലേക്ക്. പരീക്ഷാ മൂല്യനിർണ്ണയം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും വേതനം ലഭിച്ചില്ലെന്ന് പരാതി. ബിരുദ കോഴ്സുകളുടെ മൂല്യനിർണ്ണയത്തിന്റെ വേതനമാണ് നൽകാത്തത്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ബഹിഷ്കരിക്കുമെന്ന് അധ്യാപകർ. ഒരാൾക്ക് പോലും മൂല്യനിർണ്ണയ വേതനം ലഭിക്കില്ല എന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞ സമയത്ത് ശാസ്ത്ര കോളേജ് അധ്യാപക സംഘടനയായ SFCTSAയുടെ വലിയ സമരത്തിന്റെ ഭാഗമായാണ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റും അതുപോലെ തന്നെ കൺട്രോളറും VCയും ഒക്കെയായി ചർച്ച ചെയ്ത് അവസാനം ഒരു പേപ്പറിന് 20 രൂപ എന്ന നിരക്കിൽ ശാസ്ത്ര കോളേജ് അധ്യാപകർക്കും അതേപോലെ തന്നെ മറ്റ് അധ്യാപകർക്കും കൊടുക്കാമെന്ന് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചത്. പക്ഷേ അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയിട്ടുള്ള 4 പരീക്ഷാ മൂല്യനിർണ്ണയം കഴിഞ്ഞു. ഇതുവരെ മൂല്യനിർണ്ണയത്തിന്റെ വേതനം ഒരു കൊല്ലമായിട്ടും യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് നൽകാത്ത സ്ഥിതിയാണുള്ളത്. യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് നമ്മൾ അന്വേഷിച്ചു, യൂണിവേഴ്സിറ്റിയിൽ നിവേദനം കൊടുത്തു, കൺട്രോളറെ കണ്ടു, സിൻഡിക്കേറ്റ് മെമ്പർമാരെ കണ്ടു. ഇവരെയൊക്കെ കണ്ട സമയത്ത് അവർ പറയുന്നത് വേതനം ഉടനെ നൽകുമെന്നാണ് പറയുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഇതുവരെ നമുക്ക് വേതനം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. ശരിയായ നിലപാടെടുത്തിട്ടില്ലെങ്കിൽ അടുത്ത വരുന്ന ക്യാമ്പുകൾ മുഴുവൻ ശാസ്ത്രീയ കോളേജ് അധ്യാപകർ ബഹിഷ്കരിക്കാനാണ് SFCTSAയുടെ തീരുമാനം. സിനോജ് തോമസിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, ഒരു വർഷമായിട്ടും വേതനം നൽകിയിട്ടില്ല. എന്താണ് ഇതിനൊരു തടസ്സമായിട്ട് കാണുന്നത്? ഇതിൽ കാണാവുന്നവരെല്ലാം കണ്ടു, ബന്ധപ്പെടാവുന്നവരെല്ലാം ബന്ധപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല, കിട്ടുമെന്ന് ഉറപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും നീങ്ങുന്നില്ല. എന്താണ് സംഭവിച്ചത്? ശ്രുതി, അതായത് പണം നൽകുമെന്നൊരു ഉറപ്പ് മാത്രമാണ് യൂണിവേഴ്സിറ്റി അധികൃതർ നൽകുന്നത്. സംസ്ഥാനത്ത് തന്നെ മാതൃകയായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒടുവിലാണെങ്കിൽ കൂടിയും ഈ പരീക്ഷാ പേപ്പർ നോക്കുന്ന അധ്യാപകർക്ക് പണം നൽകാൻ വേണ്ടി, വേതനം നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ആ തീരുമാനം പേപ്പറിൽ മാത്രം ഒതുങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. കാരണം 4 വർഷ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ച ശേഷം 1, 3, 5, 7 സെമസ്റ്ററുകളുടെ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരക്കടലാസുകൾ അതാത് കോളേജുകളിലാണ് വാല്യുവേഷൻ നടത്തുന്നത്. അങ്ങനെ കോളേജിൽ വെച്ച് വാല്യുവേഷൻ നടത്തുന്നതിന് പണം നൽകാൻ കഴിയില്ലെന്ന് ആദ്യം യൂണിവേഴ്സിറ്റി നിലപാട് സ്വീകരിച്ചു. പക്ഷേ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തുച്ഛമായ വേതനമാണ്, UGC സ്കെയിലുള്ള ശമ്പളമല്ല. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം ഒരു ഉത്തരക്കടലാസിന് 20 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത് ഫെബ്രുവരിയിലാണ് തീരുമാനമെടുക്കുന്നത്. അതിനുശേഷം 4 പരീക്ഷകളാണ് ഇതിനോടകം കഴിഞ്ഞിരിക്കുന്നത്. കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് അടുത്ത സെമസ്റ്ററിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ആ പരീക്ഷാ പേപ്പർ നോക്കിയ അധ്യാപകർക്ക് ഇതുവരെയായിട്ട് പണം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള കാരണമെന്ന് പറയുന്നത്. വരുന്ന പരീക്ഷയുടെ ഉത്തരക്കടലാസിന്റെ മൂല്യനിർണ്ണയ ക്യാമ്പുകളാണ് നടക്കേണ്ടത്. അതായത് 2, 4 ഒപ്പം തന്നെ 6, 8 സെമസ്റ്ററുകളുടെ പരീക്ഷ നടത്തി കഴിയുമ്പോൾ അതിന്റെ മൂല്യനിർണ്ണയ ക്യാമ്പുകളായിട്ടാണ് യൂണിവേഴ്സിറ്റി നടത്തുന്നത്. അധ്യാപകർ കോളേജിന് പുറത്ത് പോയിട്ട് ക്യാമ്പുകളിൽ പോയിട്ട് പരീക്ഷ പേപ്പർ നോക്കേണ്ട സാഹചര്യമാണ്. ആ ക്യാമ്പുകൾ ബഹിഷ്കരിക്കുമെന്നാണ് അധ്യാപകർ സംഘടന പറഞ്ഞിരിക്കുന്നത്. കാരണം 90 കോളേജിലായി 1000-ലധികം അധ്യാപകർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി മുൻകാലത്ത് നടത്തിയ മൂല്യനിർണ്ണയത്തിന്റെ പണം നൽകിയില്ലെങ്കിൽ ഇനിയുള്ള മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ബഹിഷ്കരിക്കുമെന്ന് പറയുന്നു. അത് യൂണിവേഴ്സിറ്റി പരീക്ഷ നടത്തിപ്പിനെ തന്നെ കാര്യമായി ബാധിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. ശ്രുതി, ഇനിയും വേതനം നൽകിയില്ലെങ്കിൽ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ബഹിഷ്കരിക്കാനാണ് അധ്യാപകരുടെ തീരുമാനം. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.